അലൈക്കും. നമുക്കിന്നിവിടെ ബ്രെഡ് വെച്ചൊരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിനാവശ്യമായ ബ്രെഡ് അതിലേക്ക് ചേർക്കാനുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ്, തക്കാളി, ഒരു ഉള്ളി, 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കിതിലേക്ക് ആവശ്യമായ തൂമ ഉണ്ടാക്കാം. ഒരു കോഴിമുട്ട പുഴുങ്ങി ഇതിൽ ചേർത്ത് മിക്സ് ചെയ്യുകയും ചെയ്യാം. പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചത്, ഇത് ഞാൻ കുറച്ച് നേരത്തെ പൊരിച്ച് വെച്ച് പോയി, അതാണ് ഇത് കാണിച്ചത്. തൂമിന് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടാണ് തൂമ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ ഉരുളക്കിഴങ്ങ്, ടൊമാറ്റോ സോസ്, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം. സാൻഡ്വിച്ചിന് ആവശ്യമായ വെജിറ്റബിൾസ് നമ്മളിതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ പറയാൻ മറന്നുപോയതാണ്, ബീൻസ് എടുത്തിട്ടുണ്ട്. അത് പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല, അതിന് പകരം കുരുമുളകും കുറച്ച് മുളകും പൊടിയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. കാണാനൊരു ഭംഗിക്ക് ചേർത്തതാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് തൂമടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. അതിലേക്ക് 2 വെളുത്തുള്ളിയും പുഴുങ്ങി വെച്ച കോഴിമുട്ടയും. പൊരിച്ച് വെച്ച ചിക്കൻ നമുക്കിനി മിക്സിയിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ പരുവത്തിലാണ് നമുക്ക് ചിക്കൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഉരുളക്കിഴങ്ങ്, കുരുമുളക്, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ തൂമാണിത്. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് ഒക്കെ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് നമ്മൾ കോഴി ഫ്രൈ ചെയ്ത് വെച്ച ഓയിലിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇവിടെ ഉള്ളവർക്കൊന്നും പച്ചച്ചോയ ഇഷ്ടമല്ല, ജസ്റ്റ് ഒന്ന് വാടിയാലാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തത്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച് ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യാനുസരണം കുരുമുളകും ഉപ്പും ചേർക്കേണ്ടതാണ്. നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മയോണൈസ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്താൽ ഇതിന് കുറച്ചുകൂടി നിറം കിട്ടുന്നതാണ് കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങ് വെച്ച് അടിച്ചതുകൊണ്ട് ഇതിന് ഒരു ലൈറ്റ് യെല്ലോ കളറാണ് വരിക. അപ്പോൾ കുറച്ച് പാൽ ആഡ് ചെയ്താൽ ഇത് നല്ലൊരു വൈറ്റ് കളറാവും. അങ്ങനെ നമുക്കിത് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ആവശ്യമായ ടൊമാറ്റോ സോസ് ചേർക്കാം. എല്ലാവരും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഈ വെജിറ്റബിൾ മിക്സിലേക്ക് ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച കോഴിമുട്ട ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ തയ്യാറാക്കിയ വെച്ച ഈ വെജിറ്റബിൾസ് നമുക്കിനി ഒരു റൊട്ടിയിലേക്ക് മാറ്റാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാലും രസം ഉണ്ടാവും. ഇത് ഇങ്ങനെയും തിന്നാവുന്നതാണ്. നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ട് 2 പീസാക്കി മുറിച്ച് ഇനി നമുക്കിത് എല്ലാവർക്കും കഴിക്കാൻ നൽകാം.